ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇത് നമ്മൾ ഇന്ന് കല്യാണ ഡേ അല്ല, ഇന്ന് നമ്മൾ വെറുതെ ചില്ലി ഇറങ്ങിയൊക്കെയാണ്. ഈ ഒരു വ്യൂ കണ്ട് നിങ്ങൾ തുടങ്ങിക്കോ. ഓക്കെ ഗൈസ്, നമ്മളിന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ലഞ്ചിന്. ആസാദ് സ്റ്റാർ ഹോട്ടൽ നമ്മൾ ട്രിവിയൻ ഫുഡി സജസ്റ്റ് ചെയ്തിട്ട് പോകാന്നുള്ള പ്ലാനിലാണ്. ലെറ്റ്സ് സീ. പാർക്കിംഗ് വളരെ ശോകമാണ്. പണ്ടത്തെ ട്രിവാൻഡ്രം അല്ല എന്നുള്ളത് മനസ്സിലായി. ഒരു രക്ഷയില്ല. കണ്ടിപ്പം പോയി ഒരു ബിരിയാണി അടിക്കാൻ ഗൈസ്. വെയിറ്റ്, ഷാസിനും കൂടെ ഒരു മൈക്ക് കൊടുത്തിട്ട് നോക്കട്ടെ, സെറ്റാക്കാൻ നോക്കാം. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, നമ്മൾ വന്നിരിക്കുകയാണ് ആസാദ് സ്റ്റാർ. ഓക്കെ, ഫുള്ള് തന്നെ. ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. രണ്ടുപേരും ഫുൾ ഹൗസാണ് ഗൈസ്. ഇപ്പം എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാം. എത്ര സമയം എടുക്കും? ഇപ്പൊ വിളിക്കാം. ബിരിയാണി ഗൈസ്, നമ്മൾ മട്ടൻ ബിരിയാണി. നമുക്ക് ബിരിയാണി കഴിക്കാനുള്ള കാത്തിരിപ്പ് ഇനിയും കുറച്ച് നേരവും കൂടി. അത് ഭയങ്കര ബിസിയാണ് കേട്ടോ. അപ്പം നല്ല കടയാണെന്നാണ് അർത്ഥം. നോക്കട്ടെ, വെയിറ്റ് ചെയ്ത് ഫുഡ് അടിക്കാം. ബൈ. പക്ക ഡയറ്റ് ഇതാ. ഞാൻ ഫുള്ളി കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻ ആയിട്ട് ഞാൻ ചെയ്യാം. ഡയറ്റീഷ്യനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ഷാസ്. ചേച്ചി എനിക്ക് അത് താ മട്ടൻ ബിരിയാണി കഴിക്കാം. ബിക്കോസ് വീട്ടിലായതുകൊണ്ട് എനിക്ക് ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് എന്ത് പറഞ്ഞാലും അവിടെ കിട്ടും. ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത് ഗൈസ്. മട്ടൻ ബിരിയാണിയും ചിക്കനൊക്കെ കഴിക്കണേ എൻ്റെ ഡയറ്റീഷ്യനെ വിളിച്ചിട്ട് സോപ്പിടും. നാളെ എനിക്ക് അങ്ങനെ ഒരു ബുഫെ പരിപാടിയിലൊക്കെ ഞാൻ പോയതിനു ശേഷം അടുത്ത മാസം പോലെ ഞാൻ ഇതിപ്പോ ഈ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് ഒത്തിരി ബ്ലോഗ് പരിപാടിയൊക്കെ ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു വേവിച്ച ചിക്കനും ഇതൊക്കെയാണ് എൻ്റെ ഫുഡ് അടുത്ത മാസം പോലെ. തൽക്കാലം ഞാനും മട്ടൻ ബിരിയാണി കഴിക്കട്ടെ. ഓക്കെ, ബൈ. മട്ടൻ ബിരിയാണിയിൽ മട്ടൻ ബിരിയാണി ആൻഡ് പൈനാപ്പിൾ. ചിക്കൻ ഫ്രൈ വന്നു. അടുത്ത എൻ്റെ മട്ടൻ ബിരിയാണി വന്നു. ഇത് ഒരുപാട് പേർക്ക് കട്ട ലെഗാണ് ഈ സാധനം. പൈനാപ്പിൾ ബിരിയാണി പോകാൻ പറ. വെരി നൈസ്. ഡൈജഷന് നല്ലതാണ്. പൈനാപ്പിളും മുട്ടയും വെക്കുന്നതാണ് ട്രിവാൻഡ്രത്തിൻ്റെ അന്തസ്സിന് ചേർന്ന സാധനമാണ്. ലുക്ക് അറ്റ് ദ വെറൈറ്റി. ഈ ചിക്കനെ കണ്ടല്ലോ, എത്ര നാളായെന്നറിയാം ട്രിവാൻഡ്രം സ്റ്റൈൽ കഴിച്ചിട്ട്. എന്തോ ഒന്നും നടന്നു എനിക്കിത് കണ്ടിട്ട് കഴിക്കാൻ തോന്നണം. എന്നാ കഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ കഴിക്കട്ടെ. ഇവിടെ വയ്ക്കുമല്ലോ. അങ്ങനെ സനി ചിക്കൻ ഫ്രൈയും സലാഡും മുട്ടയും അടിക്കാൻ പോവുകയാണ്. നല്ല ക്വാണ്ടിറ്റിയും ഒത്തിരി. ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. സോറി ഗൈസ്. ഒത്തിരി പീസും ഉണ്ട് കേട്ടോ. പിന്നെ അടിപൊളി ക്വാണ്ടിറ്റിയും നല്ലപോലെ പീസൊക്കെ വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. കഴിച്ച് ടേസ്റ്റ് നോക്കട്ടെ ഇതിന് വേണ്ടി. ചിക്കൻ ഫ്രൈ ആണ് ആദ്യം കഴിച്ചത്. സോറി, ചിക്കൻ ഫ്രൈ ആദ്യം കഴിച്ചത്. അത് മട്ടൻ കഴിയാണ്. വെയിറ്റ് കഴിച്ചു. അടിപൊളി അടിപൊളി. ഐ നോ റൈറ്റ്. ട്രിവിയന് താങ്ക്സ് എടാ. കറക്റ്റ് നമ്മൾ പഴയ ഒരു ഫീല് സാധനം. കറക്റ്റ് സജഷൻ ആയിരുന്നു കേട്ടാ. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. എനിക്ക് മുട്ട കഴിക്കാൻ പറ്റൂല, പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഞാൻ തട്ടിയിട്ട് വരാം. ഇനി വീഡിയോ ഒന്നുമില്ല. ഫുഡ് അടിക്കാൻ പോകണം. ഇതല്ലേ കോൺട്രവേഴ്സി. അയ്യോ കമ്മി. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ അടിച്ച് വയറ് ഫുള്ളായി. എങ്ങനെ നമ്മൾ ബിരിയാണി ഷാപ്പിങ്ങിന് പോവുകയാണ്. ലില്ലിമാൾ. പൊളി ബിരിയാണിയാണ് കേട്ടാ. അടിപൊളി ബിരിയാണിയാണ്. നല്ല ഫിഷ് കറി മീൽസ് ഇവിടെ ഇതുണ്ട് കേട്ടോ ഇപ്പോഴും. പഴയ സാഗരേര പ്രോൺസ് മസാലയും പൊറോട്ടയും. പൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്തിനാണെന്നുണ്ടോ, ഇവിടെ ഒരുപാട് പഴയ നമ്മളെ കാലത്തുള്ള സാധനങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അടച്ചു കൂട്ടിയിരുന്നോ ഈ പറയണ ഇത് സിറ്റി ഷെഫ്, അങ്ങനെ ഒരുപാട് കിടിലം പഴയ കടകളുണ്ട്. അതൊന്നും ഇപ്പൊ ഇല്ല. പോയി. എന്തായാലും ബിരിയാണി പൊളിയാണല്ലേ. ബിരിയാണി സൂപ്പർ, അടിപൊളി മട്ടൻ ബിരിയാണി. അപ്പൊ ട്രിവിയ താങ്ക്സ്. അടിപൊളി. നമ്മളൊന്ന് ലുലു വരെ പോയിട്ട് വരാം. ലുലു കഴിഞ്ഞ് നമ്മൾ മെന്നിയെ കാണാൻ പോകുന്നു. അതിനുശേഷം നമ്മൾ കാർത്തിയെ കാണാൻ പോകുന്നു. അപ്പൊ ഗൈസ്, ഇന്ന് കുറെ മീറ്റിംഗ് ആൻഡ് കറക്കം. ഇഷ്ടംപോലെ ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ട്. ബട്ട് ദ ടൈം ഇസ് ദ ലിമിറ്റ്. ഇതാണ്ട് ഒരു പുതിയ മസ്റ്റാങ് കിടക്കുന്ന കണ്ടില്ലേ ഗൈസ്. നമ്മളല്ല ഗൈസ്, ദുബായ് നമ്പർ പ്ലേറ്റ് 35954. ഇപ്പൊ എല്ലാരും ഇങ്ങോട്ട് കാർ ഇറക്കണുണ്ടല്ലോ. ആരോ കാർ ഇറക്കിയിട്ടുണ്ട്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ കാർ എടുക്കാൻ പറ്റും. പണ്ടേ ട്രിവാൻഡ്രത്ത് കാർ പ്രാന്തന്മാരുടെ ഒരു രാജ്യമാണ് ഗൈസ്. അതെ, നൈസ്. നമുക്കുണ്ടായിരുന്നു ആ പ്രാന്ത്.
അപ്പൊ നമ്മൾ ലുലുവിൽ വെച്ച് കാണാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് ലുലുവില്. ഷാസ് ഷർട്ട് എടുത്ത് ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും നോക്കട്ടെ ഗൈസ്. ഷർട്ടോ അല്ല ജീൻസോ എല്ലാം കിട്ടുകയാണെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് കാർത്തികിനെ അങ്ങോട്ട് പോവാം. ഓക്കെ നോക്കട്ടെ ഗൈസ്. ഞാൻ ലിവൈസിനും കൂടെ ഒന്ന് കയറി നോക്കാം. എൻ്റെ മിക്കതും ഞാൻ ലിവൈസിൽ നിന്നാണ് എടുക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഓക്കെ ബൈ. എന്താ സാധനം? ഓഹോ ഗൈസ് നമ്മൾ ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. ഒരു കോഡ്രോയ് ഒരു ഷർട്ടും അതിൻ്റെ കൂടെ ഒരു ഡെനിം ജീൻസും. ഓക്കെ. അയ്യോ ഒറ്റ കൈ കൊണ്ട് ഈ സാധനം ചെയ്യണമുണ്ടല്ലോ, പണ്ടാരം നല്ല പണിയാണ്. ഓക്കെ ഒരു മിനിറ്റ് കഴിച്ചിരിക്കട്ടെ. ഓക്കെ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ മൈജിയിലോട്ട് പോകണം. മൈജിയിലോട്ടാ? വെളിയിലാണോ? വെളിയിൽ മൈജിയിലോട്ട് പോകണം ഗൈസ്. ഇനി ഇവിടെ നിന്ന് കറങ്ങിക്കഴിഞ്ഞാൽ സമയം പിന്നെയും പോകും. നമ്മളപ്പം പോയിട്ട് വരാം ഗൈസ്. മൈജിയിൽ പോയിട്ട് എന്തോ പരിപാടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ബൈ. നമ്മൾ നന്ദുവിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചെറുതായിട്ടുള്ള എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കാം. പുള്ളി എടുത്ത എഫേർട്ട് അടിപൊളിയാണ് ഗൈസ് കല്യാണത്തിന്. കാർത്തികിന്റെ ബ്ലൂ. നീ എത്രയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ ബ്ലൂ പിന്നെ ബ്ലാക്ക്. നന്ദു പൊളിയാണ് ഗൈസ്. നന്ദു അടിപൊളിയായിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്യാനും അച്ഛൻ്റെ കൂടെ ഒക്കെ നിന്ന് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നല്ല പടപടയാന്ന് ചെയ്ത് സെറ്റാക്കി. അത് നമ്മുടെ ഒരു ടോക്കൺ ഓഫ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് താങ്ക്സ് എന്ന് ഉള്ള രീതിയിൽ എന്തെങ്കിലും പുള്ളിക്ക് വാങ്ങിച്ചു കൊടുക്കാം. നമ്മളൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഹായ് മാലു. ഞാൻ പറയായിരുന്നു നിന്റെ ചെറിയ ചെരുപ്പൊക്കെ വെളി കിടക്കണം. കുറുതി മുട്ടിയിരിക്കുകയാണ്. നിന്റെ വീട് എവിടെയാണെന്ന് അറിയോ എല്ലാവർക്കും? നിന്റെ വീട് കൊള്ളാല്ലേ? ഞാൻ വാങ്ങിച്ചു കൊടുത്തേന്ന് ചൈനയെന്ന്. അങ്ങനെ നിക്കലിട്ട് നടന്ന ഏവന്താ കല്യാണമൊക്കെ കഴിച്ച് ഒരു സ്വന്തം ഫ്ലാറ്റൊക്കെ ആയിട്ട് ഇതെങ്ങനെയാണ് തിരിക്കുന്നതാ? ഇതാണ് അവന്റെ സെറ്റപ്പ്. പൊളി കീഴില വലിച്ചത്. പണ്ട് മറ്റേ പട്ടത്ത് ഏത്ര ഇന്ത്യയും കളിച്ചോണ്ട് നടന്നവനാണ് അവന്മാരെല്ലാരും. ഇപ്പൊ നോക്കിയാണ് വേറെ ലെവലായി. നോക്ക് അടിപൊളി വിവോ സൂപ്പർ പയ്യ പണക്കാരൻ. വ്യൂ കണ്ടതിന് ശേഷം കണ്ട ഈ മന്ത് ഇവിടെ ഗൈഡ് ലോക്കൽ ഗൈഡ് നാലു പറഞ്ഞെടുത്തോളൂ. ഏതാ മലയുടെ സൈഡിലാണോ? മല കാണിച്ചു തരാം ഗൈസ്. മറൂൺ കളർ. അതാണ് മറൂൺ കളർ. ഏറെ ഗോപുരം ഇതാണോ? അയ്യോ ഇതാണോ? ആ കാണണാണോ? ഇതാണോ? ഓ ഇതാ അതെന്താണോ അവിടെ? ഓ നിയമസഭാ മന്ദിരം കാണിച്ചു തന്നെയാണ്. ആ ബെസ്റ്റ്. നിയമസഭാ മന്ദിരത്തിന്റെ ഗോപുരമാണ്. മനസ്സിലായി. ആ ടിപ്പ് കാണാം. മാസ്കറ്റ് ഹോട്ടലും കാണാമല്ലോ ഇവിടെ. മനസ്സിലായി ഗൈസ്. ഇപ്പൊ മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഞാൻ വാങ്ങിച്ചു വെച്ചേക്കണ പോലെയാണ് അവൻ പറയണത്. ആട്ടകിന്റെ ഫ്ലാറ്റ് പോടാ. അതാണ് മൽബറി. എന്ത് സെറ്റപ്പ് ഇതേപോലത്തെ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ ഗൈസ് നമ്മൾ ഫ്ലൈറ്റിന്റെ വീഡിയോ എടുക്കാം. ഓ ഗൈസ് അയ്യോ എന്റെ അമ്മ ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിൽ പോയിട്ടാണ് ഞാൻ വീടെ. അയ്യോ അതവിടെ പോയി. ഗൈസ് ഇനി ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിന്ന് എടുത്തു കഴിഞ്ഞാൽ പണിയാണ്. പക്ഷെ നല്ല മഴ ഇല്ലല്ലേ? മഴ പെയ്ത സൂപ്പർ ആയിരിക്കും. എനിക്ക് ആ കടൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. എന്താ സുഖം അതറിയാമോ നിനക്ക്? എല്ലാ സൺസെറ്റും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ദിവസം പുതിയ സണ്ണ് വന്നോണ്ടിരിക്കല്ലടാ. പല കളറില് സൺസെറ്റ് അവന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. എന്റെ പൊന്നോ ഇതിനെ പോയറ്റിക് എന്നല്ല നമ്മളെ നാട്ടിൽ സിസ്റ്റം ഒരു രക്ഷയില്ല കേട്ടോ. ഫോട്ടോ ഓടെ അനിമേ. ഓ അടിപൊളി. ഇതാരും വരച്ചേടേ? ബാംഗ്ലൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. കഷ്ടപ്പെട്ടെന്താടാ ഈ കിരൺ ഉണ്ട് ഒരു കത്തിയൊക്കെ നിറഞ്ഞിട്ട് പെങ്കൊച്ച്. അതിന്റെ ഹസ്ബൻഡാണ് കിരൺ. അവൻ കഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്ന് അവന്റെ കൂടെ കിടത്തി കൊണ്ടുവന്നതാണ്. വാളും പരിചയമൊക്കെ ഉണ്ടാടേ. എന്തോന്നോ മൂഞ്ചി എന്ന് പറഞ്ഞ മൂഞ്ചി എന്തോന്നോ മൂഞ്ചിയടാ. എന്ത് മാങ്ങയായാലും കൊള്ളാം. ബൂമർ മാൻ. ബൂമർ ഒന്നല്ല, വിവരമുള്ളവരെന്ന് പറയും. വിവരമുള്ളവർ മാങ്ങയും കളിച്ച് നടക്കാണ്. അതാ രണ്ട് മാങ്ങകൾ നിൽക്കുന്നു ഗൈസ്. ലോഞ്ച് ഓബിയസ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷടേ. പക്ഷെ അതിലൊരു സാധനമുണ്ട്, അതിവിടെ വരേണ്ടതാണ്. എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം.
ഗെയിമിംഗ് ചെയർ ഉണ്ടോ ഗൈസ്? കുണ്ടി വെക്കാൻ വെക്കുന്നത് കുണ്ടിയിൽ പാൻഡ ഒരു പാൻഡയെ മൊളസ്റ്റ് ചെയ്തോണ്ടാണ് ഇവൻ ഇരിക്കുന്നത് ഗൈസ്. അയ്യോ പാണ്ടക്കുണ്ടി പാവം പാൻഡ. ചൈനക്കാരൊക്കെ കണ്ട ഇതൊക്കെ സൈക്കിൾ. അത് ആദ്യം റൗണ്ട് പാണ്ടായിരുന്നു, അവ ഇരുന്നിരുന്ന് ഫ്ലാറ്റ് ആയിരുന്നു. അവന്റെ കൊച്ചു കുണ്ടി വെച്ചിട്ടാണ് ഇരുന്നത്. സോ നമ്മള് ചായ കുടിക്കാൻ വേണം. മാലു ചായ ഇടുമെന്ന് പറഞ്ഞു. എവന്റെ ചായ വേണ്ട, നിന്റെ ചായ വേണ്ട. അവള് ഓൾറെഡി പറഞ്ഞ് വെളിയിൽ നിന്ന് ചായ വാങ്ങിക്കാൻ ചേട്ടാ, ജീവനോടെ ഇരിക്കണമെങ്കിൽ വെളിയിൽ നിന്ന് ചായ വാങ്ങിക്കാൻ. മാലു എന്റെ ചായ, ഞാൻ ചായ ഇടോ പോടാ വേണ്ടി ചൂടായപ്പോ ടീമുകളാണ് കേട്ടാ. നോ, ഞാൻ ഈ ഒരു സാധനം ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇവനാണ് ഞാനല്ലേ ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആണ് അവൻ. അതെ ഗൈസ്, ഞാൻ മോട്ടിവേറ്റ് ചെയ്യും. എല്ലാം ബ്ലോഗ് ഞാൻ ചെയ്യാറില്ല. ഇത് ഭയങ്കര വെറൈറ്റി സാധനമാണ്. ജിമ്മീസ് കോക്ടെയിൽസിന്റെ കള്ളുടിക്കണമാര് താഴെ കമന്റ് വെച്ചേ. പാവം കൊച്ചു പയ്യെ. ഈ ജിമ്മീസ് കോക്ടെയിൽ കുടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും ഗൈസ്. ഇവൻ എന്തോ അത് കലക്കി കുടിക്കുന്ന സാധനം എന്നൊക്കെയാണ്. ടാങ്കിലല്ലടാ, ടാങ്ക്. എന്നാ ടാങ്ക് എടുത്തോണ്ടാണ് അതിൽ ഞാൻ കുടിച്ചോളാം. ഓക്കെ ഗൈസ്, ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. എന്നെ പഴയതാക്കിയവൻ പട്ടി ഒരേ പ്രായം പഴയ കൂട്ടുകാരൻ. ഓ ഒരുമാതിരി മറ്റേ മുളവും സാധനങ്ങളൊക്കെ ഇട്ട് എന്തോ സാധനത്തിന്റെ ടേസ്റ്റ് ആണ് കേട്ടാ. നന്നായി. ഈ മറ്റേ സർബത്തില്ലേ മുളകൊക്കെ ഇട്ടുണ്ട്, അത് തന്നെ സാധനം. അത് തന്നെ കൊള്ളാല്ലേ, വലിയ ഹൈപ്പിനുള്ളതൊന്നുമില്ല. തടവി അവിടെ ഇരുന്ന് കളി. അതായത് നമ്മൾ മറ്റേ ഈ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോ കുടിക്കാൻ പറ്റിയ സാധനം. അവൻ എന്താ ടേസ്റ്റ് പോലും കിട്ടിയില്ല, അതിനെക്കാട്ടി കൂടുതൽ വേറെ എന്തോ അവൻ ചേർക്കണുണ്ട് കേട്ടോ അതില്. അതാണ് സംഭവം. അതാ അവനും കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാലു കമോൺ, ചുമ്മാ കുടിച്ചു ജസ്റ്റ് ടബാസ്കോ സോസ് കുടിക്കുന്നത്. നീക്കൊന്ന് മുഖം കഴിവാൻ വേണ്ടിയുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾ എത്ര വർഷമായി കല്യാണം കഴിച്ചത്? ഇന്റർവ്യൂ 5 വർഷത്തെ റിലേഷൻഷിപ്പ്, 3 വർഷത്തെ കല്യാണം, 8 വർഷം. ഓ മൈ മാൻ, പൊളി. എന്താണ് അതാണ് ഞാൻ തരാൻ വേണ്ടി ഇത് തരാം. നല്ല ടേസ്റ്റ് ഉള്ള അവാർഡാണ്. പിന്നെ രാത്രിയാകുമ്പോ മാത്രമാണ് ഡീസന്റ് ആവുന്നത്. ഗെയിമിന്റെ അകത്ത് അങ്ങ് ഇരുന്നോളും. പിന്നെ ടെററാണ് പിള്ളേർക്കൊക്കെ, പേടി സ്വപ്നമാണ് മെന്നി. ശത്രുല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, അതാണ് വിഷയം. പബ്ജി കളിക്കോ? പബ്ജി കളിക്കണമെങ്കിൽ കം ടു CMF ഗെയിമിംഗ്. ഈ തെണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് കളിക്കാൻ വരാൻ. CMF ഗെയിമിംഗ് എന്നുള്ളത് ഇവന് അറിഞ്ഞു. 10 തവണ പറഞ്ഞിട്ട് ഇവന് തലയിൽ കയറണില്ല. ഞാനാണ് കോൾ മീ ഫ്ലാഷ്. പിന്നെ അവസാനം പിന്നെ ഞാൻ മോഡറേറ്ററായി. അതുകൊണ്ട് പിന്നെ ഇനി അവന്റെ മോഡറേറ്ററായി. അവന്റെ ആ കണ്ണന്റെ ഒക്കെ മോഡറേറ്ററാണ് ഞാൻ. യവന്മാർക്കൊക്കെ പേര് എന്റെ അറിഞ്ഞൂടാ. അവന് എന്തോ അബോധാവസ്ഥയിലാണ് സമയത്ത് വേറെ. പക്ഷേ CMF ഗെയിമിംഗ് അവന് വയസ്സായി. ഓർമ്മയില് ഞാൻ ഇല്ല, ഞാൻ എന്റെ മുഖം കാണിക്കുന്നത്. ഓക്കെ അപ്പൊ ശരി. ആ മൂപ്പാന എന്തോ ചായര ഓഫറൊക്കെ തന്നിട്ട് അവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കണേ. ഇല്ലല്ല കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ ഫോർമാലിറ്റി ഒന്നുമില്ല. പോയി വേണമെങ്കിൽ ചായ അടിച്ചിട്ടൊക്കെ വന്നോ. ഫ്രിഡ്ജ് തുറന്നു വെച്ചിട്ട് പോയല്ലേ? ഏത് ആയത്? എന്റെ ഫ്രിഡ്ജാണ് അത്, ഞാൻ തുറന്നു വെക്കാൻ വേണ്ടി. പോടാ. സനിയനെ സത്യം ഞാനും കണ്ടായിരുന്നു. ഇല്ല കൈസ്, യവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂല. ഞാൻ ഈ മിറാക്കിളാ എന്തോന്ന് എന്റെ പേര് ജിമ്മിയാ. ജിമ്മി ദാഹിച്ചിരുന്നവന്റെ വേദനയാണ് കേസ് ഇത്. ഓക്കെ പച്ചവെള്ളം ഇത് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് നമ്മൾ. ദുബായ് മാമൻ എന്നാണ് പട്ടി വിളിക്കുന്നത്. ഈ സാധനം എന്താണ് എനിക്ക് ദുബായ് മാമൻ സ്നേഹം നോക്കിയാണ്. ഓക്കെ ഗൈസ്, ചായയുടെ ട്യൂട്ടോറിയൽ ഞാൻ ചായയുടെ ട്യൂട്ടോറിയലിട്ട് നമ്മള് ചായയുടെ ട്യൂട്ടോറിയലൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നപ്പോ ഗൈസ് വീഡിയോ റെക്കോർഡ് ബട്ടൺ നെക്കാൻ മറന്നുപോയി. അങ്ങനെ കട്ടൻ ചായയുടെ ട്യൂട്ടോറിയൽ ഈ പ്രാവശ്യം കിട്ടൂല. പുതിയൊരു ബ്ലോഗർ ഗൈസ്, ഒരു ന്യൂബി വ്ളോഗറിന്റെ രോദനം. ഓക്കെ, നമുക്ക് എഗ് പപ്സ് തിന്നുന്ന വ്ളോഗ് എടുക്കാം ഗൈസ്. ഒരു 7 ഹെർട്സ് ഉണ്ടായി സോനി, അത് മുക്കായിരുന്നു. അത് പോയി, വേറെ ആർക്കോ കൊടുത്തു.
ഫുഡ് ഡാഡി അത് ഞാൻ ഇട്ട് കൊടുത്താണ്. തന്നെ. ഈ തെണ്ടിയാണ് എനിക്ക് ഫുഡ് അടി എന്നുള്ള പേരായത്. ഫുഡ് അടി മാനാണ് ഈ വ്ളോഗ് ഇതെല്ലാം കാണണം. ഞാൻ ഗെയിമിങ്ങിന്റെ ലൈവ് കാണും, തിരിച്ചു വന്നാൽ ലൈവ് എടുത്ത് വെച്ച് കാണും, ചേട്ടൻ ലൈവ് ആണെങ്കിൽ കാണും. അങ്ങനെയാണ് ഞാൻ വ്ളോഗ് ഒന്നും കാണില്ല. ഇവളെല്ലാം കാണും, എല്ലാം അറിയാം എനിക്ക്. എന്റെ വ്ളോഗാടാ ഫേമസ്. ഇടയ്ക്കിടയ്ക്ക് എന്റെ വ്ളോഗ് എടുത്ത് വെച്ച് കാണാം കേട്ടാ. ഞാൻ ഓടിച്ച് കണ്ടായിരുന്നു കഴിഞ്ഞ ഓടിച്ചാണ് എന്തോടാ എന്റെ വ്ളോഗിന്റെ അത്രയ്ക്കും മോശം. എനിക്ക് ഐ ഫീൽ യു മാൻ. എടാ നിന്റെയൊക്കെ വ്ളോഗ് ഞാനും എനിക്കും അറിയാം. അടിച്ചു കാണാനായിട്ടുള്ള ബട്ടൺ എനിക്കും ഉണ്ട് കേട്ടാ. ഞാൻ നെക്കി പിടിച്ചാ ഞാൻ നോക്കിയോ, ഞാൻ 3x കാണും നിന്റെ. ഞാൻ ചോദിക്കും എന്താ യവന്മാര് 1 മിനിറ്റിൽ കൂടുതൽ ലൈവാണ്, അങ്ങനെ ഇടാനും പറ്റൂല. നെക്കി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിലിരുന്ന് തള്ളുന്നു. Hey man. Hey, എന്റെ സനിയുണ്ട്. അവൻ വന്നോണ്ടെങ്കിൽ ഭ്രാന്ത് പിടിച്ചിരിക്കണം കേട്ടാ. ഞാന് ഏറ്റവും കമ്പനി രണ്ടുപേരുടെ സഞ്ചേട്ടനായിട്ടായിരുന്നു. ആണോ? ഇങ്ങനെ പറയാറുണ്ടാ? ഞാൻ വരണതിന്റെ സമയത്താണോ അല്ല, ഇവിടെ വരാൻ പോയപ്പോ ഇന്ന്? പറഞ്ഞിട്ടുണ്ട്. എന്നാ അവനുള്ള നമ്മുടെ ചേട്ടനായിരുന്നു. സന്ന തന്നെ നമ്മളെല്ലാരും ഇങ്ങനെ നടക്കും സനീരെ പുറകെ. അതാണ് CCD-ല്. അടുത്ത സൈൻ ഓഫ്. ബൈ ഗൈസ്, നമ്മൾ മെന്നിയുടെ വീട്ടിൽ നിന്ന് പോകുന്നു. മുട്ട പപ്സ് ഒക്കെ തിന്ന് എന്തെങ്കിലും കൂട്ടിയിട്ട് നമ്മൾ പോവുകയാണ്. വീട്ടിൽ വെച്ച് കാണാൻ. ഹലോ, ആദ്യമായിട്ട് എന്റെ വ്ളോഗിൽ അയ്യോ ഞാൻ കണ്ടില്ല കപ്പിൾസ്, 2 കപ്പിൾസ് മഴ കണ്ടോണ്ടിരിക്കുന്നു. എവൻ പറഞ്ഞ സ്റ്റൈലില്. എങ്ങനെയുണ്ട് ഗൈസ് ആഫ്റ്റർ കല്യാണം? ഇതായത് കാലിൽ പിടിക്കാൻ വരുന്നത്. ഓ എവളാണ് കാലൊന്നും പിടിക്കണ്ട, വിട്ടേക്കുന്നു. എന്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ, മൈക്കില്ല. ഓ ASMR ആണ്, ഭയങ്കര ASMR. ഹലോ ഗൈസ്, കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി മഴയുടെ ശബ്ദം മാത്രം. എങ്ങനെയുണ്ട്? അങ്ങനെ അപ്പൊ കപ്പിൾസിലോട്ട് വരാം. ഞാൻ എന്താ പറഞ്ഞ ഡിസ്ട്രാക്ട് ചെയ്തു. ചെറിയ കേൾക്കാൻ വയ്യ, നാട്ടുകാരെ കേൾക്കും എന്തോടെ. അപ്പം വർഷ എങ്ങനെയുണ്ട്? ഭാര്യ ആയതിനു ശേഷം വീട്ടിൽ വന്നിട്ട് എന്താണ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? വലിയ വ്യത്യാസമൊന്നുമില്ലേ? അതാണ് ഒരു ദിവസമായുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാലേ കറക്റ്റ് റിവ്യൂ അറിയുള്ളൂ. ഓക്കെ, മച്ചാന്റെ പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ അത് ഓർമ്മ പോലും ഇല്ലടാ, ബോധമൊക്കെ പോയി. അങ്ങനെയാടാ ബോഡി മസിൽ കണ്ടിട്ട് കിളി പോയി. സത്യം കേട്ടാ, കറക്റ്റ് മറ്റേ പോഞ്ഞിക്കറി സെറ്റ്. പക്ഷെ കുഴപ്പമില്ലടാ, നിനക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നീ സമാധാനിച്ചോ? ആടാ വന്ന് ഉമ്മ എടുത്ത കൊടുക്കുക. വായ്മച്ച ലാസ്റ്റ് എന്നെ കുറെ മോട്ടിവേഷൻ ഒക്കെ തന്നേട്ടാ. എന്റെ ഫുഡ് ബ്ലോഗിങ് കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടേ. ഓ ബർമുഡ അല്ലടാ, ഒരു വലിയൊരു നിക്കർ. എനിക്കറിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ. 2 പ്രാവശ്യം കൈ ഇങ്ങനെ ആക്കി. ഞാൻ അതുകൊണ്ട് പതുക്കെ എനിക്ക് ആ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ അതാണ് എനിക്ക് പേടി അതായിരുന്നു. എന്റെ നിക്കറ് ഞാൻ ഇവിടുന്ന് പറഞ്ഞായിരുന്നു, എടി ഞാൻ ചിലപ്പോ നിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവള് പറഞ്ഞു കുഴപ്പമില്ല, ചേട്ടനല്ലേ സത്യം പറഞ്ഞാണ്. ഞാൻ എന്റെ ആവുന്ന കാലത്ത് കുറെ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കായ്ഫലമായിട്ട് വരും. ഇന്നലെ രാത്രി എല്ലാം കൂടെ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത്, ഇന്നലെ രാത്രി നമ്മളെ കിഡ്നാപ്പ് ചെയ്ത് ഫസ്റ്റ് നൈറ്റിന് നിർത്തിയില്ല. കന്യാകുമാരിയിൽ ചായ കുടിക്കാൻ കൊണ്ടുപോകണം നോക്കി കൊണ്ടുപോയി. കന്യാകുമാരി വരെ കൊണ്ടുപോയില്ല. അച്ഛൻ ഇവിടെ ഉണ്ടെന്നുള്ള ബോധം വരും. കന്യാകുമാരി വ്ളോഗ് വരുന്നുണ്ട്. എന്നിട്ട് സെന്റ് ആൻഡ്രൂസ് ബീച്ചിൽ കൊണ്ടുപോയി രാത്രി 1:30 ആയപ്പോഴാണ് തിരിച്ചു കൊണ്ടിട്ടത്. എന്നിട്ട് മണിയറൊക്കെ ഒരുക്കി തന്നു. രാവിലെ ഒരു ഫസ്റ്റ് മോർണിംഗ്. തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ പോയതാണ്. തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ പോയതാണെന്ന്. കാർത്തിക്, ഇതിപ്പോ എങ്ങനെയുണ്ട്? നീ പറയുമ്പോ നമുക്ക് ഇതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഗൈസ്
അല്ല ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത് guys. We എടാ, don't വർക്കാവുണ്ട് കേട്ടോ മറ്റേ സാധനം. വർക്കൗട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത എല്ലാം വർക്കൗട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ ടെൻഷൻ കൂടെ മാറിയത്. ടെൻഷൻ ഞാൻ പക്ഷേ പറഞ്ഞേ ഇങ്ങനെ ഈ പരിചയമുള്ളവരുടെ കൂട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എനിക്ക് ഇങ്ങനെയൊന്നും വരൂല. അതാണ് പ്രശ്നം ഗൈസ്. അപ്പൊ ശരി ഗൈസ്, എനിക്ക് ഞാൻ കോപ്പി ചെയ്യട്ടെ. ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് അത് ചില സമയങ്ങളിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. ക്യാമറ ഓഫ് ചെയ്യണോ? അപ്പൊ മുമ്പ് നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കണം. അത് കട്ട് ചെയ്താ പോരെ? ഒന്നുമില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. സനി ബ്രോ ഇപ്പൊ ബ്ലോഗിങ് കൂടി പോണെന്നാണ് ഓ അങ്ങനെ. ഐ നോട്ട് സ്റ്റോപ്പിംഗ് മീ. ഇനി ഞാനൊരു കൊല വ്ളോഗറാണ്. ഇവരെന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇറക്കിയില്ലേ, ഇനി ഇവര് നോക്കിയോ നിർത്തിക്കോ എന്നുള്ള രീതിയിൽ പറയും. നോക്കിയോ ആ ലെവല് വ്ളോഗിങ് ആണ് ഇനി. ഇനിയിപ്പോ നോക്കിയോ ഷാസിനി കക്കൂസിലൊക്കെ പോകുമ്പോ ഞാൻ മറ്റേ ഇന്നലെ തൊട്ട് പറഞ്ഞാണ് ഇനി ഡോർ അടച്ചിട്ട് വേണം കക്കൂസിൽ പോകാൻ. പ്രമുഖ വ്ളോഗർ കക്കൂസിലോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയോ പല പല തമ്മിലും ക്യാപ്ഷനൊക്കെ നീ കാണേണ്ടി വരും. ഇത് ഇങ്ങോട്ട് വരൂലല്ലോ അല്ലേ? ഇങ്ങോട്ട് അറിഞ്ഞോളൂ. ഇങ്ങ് വന്നപ്പോ ഒന്നും കാണാനില്ല. ഹൈപ്പിനുള്ള ഒന്നും ഇല്ല ഇവിടെ. വെറുതെ മഴ കണ്ടുകൊണ്ടിരിക്കുന്ന 2-3 പേരേ ഉള്ളൂ. കാർത്തികൻ അവിടെ വന്ന് കറണ്ട് പോയിരിക്കുകയാണ്. ആ വീഡിയോ ഇടാനായിട്ട് എന്നെ സമ്മതിക്കുന്നില്ല. ഇവിടെയൊക്കെ മൊത്തം ലൈറ്റിന്റെ കളി. എന്നെ കാണാൻ പറ്റൂല. വീടിടത്തിരിക്കുന്ന ഒരുത്തുണ്ട്. അവനെ കാണാം. അവൻ തന്നെ അതാരാണെന്ന് എല്ലാവരും കമന്റിൽ പറയൂ. കാർത്തി നമ്മളെ കണക്ക് ആരാണത്? ഒന്നും ഉണ്ടായിട്ടല്ല, സ്വന്തമായിട്ടല്ല കെട്ടിക്കൊണ്ട് വന്നതാണ്. ഒരു പറയാതിരിക്കാം വയ്യേട്ടാ. ഭയങ്കര ഇഷ്ടപ്പെട്ട വെരി മച്ച്. എന്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വക ഒരു സമ്മാനം. നിങ്ങൾക്ക് തന്നെ അന്തോളിന് ചെറിയൊരു സ്നേഹ സമ്മാനം. ഡിസ്പ്ലേ അടിച്ചു പോയ അത് മാറ്റി അത് റെഡിയാക്കിയ കാശ് എന്തായാലും വെള്ളത്തിൽ പോയതാ. പോയി ഇത് എന്റെ ഒരു ചെറിയൊരു സമ്മാനം. പ്ലീസ് അക്സെപ്റ്റ് പ്ലീസ്. ഇല്ലേ മേടിടാ പട്ടി. അത്രേ ഉള്ളൂ. വാങ്ങിച്ചല്ല, ഇനി ഒന്ന് വാങ്ങിക്കാം. മേടിച്ച് ഇനി മേടിക്കാം. ഇനി വേണേ ലൈഫ് ടൈം നമുക്ക് മറ്റേ ചിക്കൻ ഫ്രീ. ശരിയാണ്. ഇതുവരെ കഴിച്ചിട്ടില്ല. വരുമ്പോഴൊക്കെ ന്യൂയോർക്കിൽ നിന്ന് ചിക്കൻ ഫുഡാടി വരും. ഫുഡാടി വരും. ഫുഡാടി അതല്ല അവിടുന്ന് ശരണ്യ വരും കേട്ടോ. അത്രയ്ക്കും ഞാൻ വ്ലോഗ് ഞാൻ ഇതിന്റെ അടുത്ത് പറഞ്ഞു. അത് ഓക്കെ. അല്ലല്ല, അത് നോക്കിയിട്ടല്ല. അങ്ങനല്ല. ഒന്നും കണ്ടിട്ടല്ല. ഒരു അങ്ങനെയല്ല ചോദിക്കല്ലേ ഇത് ഒരു ഗിഫ്റ്റ്. ഞാൻ രാവിലെ വിളിച്ചത്. വെൽ ഡൺ. ഐ ആം വെരി ഹാപ്പി. ഞാൻ രാവിലെ വിളിച്ചിരുന്ന അത് എവനാ മനസ്സിലാവും. ഇതൊക്കെയാണ് ഗൈസ്, ചെറിയ ചെറിയ മൊമെന്റ്സ്. എനിക്ക് മനസ്സിലാവും. ഇനി അതിനകത്തുള്ള ബിസ്ക്കറ്റ് തയ്ച്ചാ എന്നാലും സന്തോഷമാണ്. ഞാനാണ് മേടിച്ചോടെ അവന്റെ തള്ളക്ക് വിളിക്കും. നീ ആവുമ്പോ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും ആര് മനസ്സിലായിട്ടാ അത്? ആര് മേടിച്ചാലും ഗിഫ്റ്റ്. ഞങ്ങളുടെ എല്ലാവരുടെ ഗിഫ്റ്റ് ഗിഫ്റ്റ്. അതെ അതെ. അത്രയ്ക്ക് എന്റെ ഇത്രയും നാളത്തെ സമ്പാദ്യം വെച്ച് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ്. ചുണ്ടൂലെ ഗിഫ്റ്റ് ആണത്. അവനെ പിടിച്ചോ, കെട്ടി പിടിച്ചോ. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഓക്കെ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും വെൽ ഡിസേർവ്ഡ്. നമ്മൾ ചില്ലി ചിക്കനും ചപ്പാത്തിയാണ് കുറെ നേരം നേരട്ടാ. അത് പോയി ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ അയ്യോ, അത് പുള്ളി അൺബോക്സ് ചെയ്യട്ടെ. സ്വന്തമായിട്ട് ചെയ്തത്. അതെ, അപ്പൊ എന്തായാലും നമ്മൾ ഇത് നീ പൊട്ടിച്ച് ഉപയോഗിക്കണം. സത്യം കേട്ടോ. ആ ബെസ്റ്റ്. എടാ, നീ ഉപയോഗിക്കാത്ത ഗിഫ്റ്റുകളൊക്കെ ഞാൻ വേണേ ഉപയോഗിക്കാൻ കേട്ടോ. ഉപയോഗിക്കാത്തല്ലേ? ഉപയോഗിക്കാത്ത സോനു എന്നാട്ടാ. നമ്മളൊരു കൂട്ടുകാരുണ്ട് ഇതേപോലെ ഞാൻ പോണേ. വേണ്ടാത്ത ഗിഫ്റ്റുകൾ നോക്കി നടക്കുന്ന ഒരുത്തൻ. നാളെ റിസപ്ഷനുള്ള പരിപാടി ബാക്കിയുള്ളത് സനിബ്രോയുടെ സനിബ്രോന്റെ കാണാം. ഇവിടെ ഉണ്ട്. ഫുൾ ടൈം റെക്കോർഡ് ഓൺ ആണിത്. ഓക്കെ ഗൈസ്, അവിടെ ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ വ്ളോഗ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഫുഡൊക്കെ അടിച്ച് കേസ് ഇവരിന്ന് ഡാൻസ് പ്രാക്ടീസും ബഹളമാണ്. ഫുഡടി യെസ്, ഫുഡടിയൊക്കെ കഴിഞ്ഞ് നല്ല ചില്ലി ചിക്കനും ഒക്കെ കഴിച്ച് നമ്മളെ വയറ് ഫുള്ളാണ്. സോ എൻ്റെ മൈക്ക് അടിച്ചു പോയി. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ യെസ്, ഇതാണ് നമ്മുടെ ഔട്ട്രോ വീഡിയോ. ഓക്കെ, ബൈ ഗൈസ്, ടേക്ക് കെയർ, ബൈ.